ുന്നുണ്ടോ അല്ലെങ്കിൽ അറിയാതെ അവരുടെ ഭാവി നിങ്ങൾ തകർക്കുന്നുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കാൻ നിങ്ങൾ കേട്ടോ. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ വീഴുമ്പോഴൊക്കെ നമ്മൾ അവരെ പിടിച്ചു നിർത്തിയാലേ അവൻ എങ്ങനെയാവും നടക്കാൻ പഠിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ വീഴാനും പോരാടാനും അനുവദിക്കാത്ത മാതാപിതാക്കൾ ഒരുപാടുണ്ട്. അറിയാതെ തന്നെ ബലഹീനരായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മൾ എന്നുള്ളത്. നമ്മൾ നമ്മുടെ കുഞ്ഞ് കഷ്ടപ്പെടരുത്, ബുദ്ധിമുട്ടരുതെന്ന് കരുതിയിട്ട് അവരുടെ ഓരോ പ്രശ്നവും നമ്മൾ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുകയാണ്. അവർക്കായി ഓരോ തീരുമാനങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുകയാണ്. പക്ഷെ ഒരു ചോദ്യം അപ്പോഴും ബാക്കിയുണ്ട് കേട്ടോ. നമ്മളില്ലാത്തൊരു ദിവസം വന്നാൽ അവരെങ്ങനെ എന്ത് ചെയ്യാൻ അറിയും എന്നുള്ളത്. ജീവിതം ഒരു കളിയല്ല കേട്ടോ, അതൊരു കഠിനമായ യാഥാർത്ഥ്യമാണ്. അവിടെ ജയിക്കാൻ മാർക്കുകൾ മാത്രം പോരാ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യവും കഴിവും വേണം അവർക്ക്. അതിൽ പ്രധാനമായ ഒരു കുഞ്ഞ് കേൾക്കുന്നതിനേക്കാൾ ഉപരി കാണുന്നതാണ് അവർ പഠിക്കുന്നത് എന്നുള്ളതാണ്. അവൻ നോക്കുന്നത് നമ്മുടെ വാക്കുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കും പ്രവൃത്തിയിലേക്കുമാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണ്, പരസ്പരം എങ്ങനെയാണ് അവർ ബഹുമാനിക്കുന്നത്, അവരുടെ ജീവിതവും ക്ഷമയും വിട്ടുവീഴ്ച എങ്ങനെയാണ്, ഇതെല്ലാം അവന്റെ മനസ്സിനെ നിശബ്ദമായി അവൻ പഠിക്കുന്ന പാഠങ്ങളാണെന്ന് പറയാം. അവൻ വളരുമ്പോഴേ നമ്മൾ പറഞ്ഞതല്ല, നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് അവൻ ആവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാതാപിതാക്കള് ഉപദേശിക്കുന്നവർ മാത്രമായിട്ടല്ല, അവര് ജീവിതത്തിൽ മാതൃകയാവേണ്ടവർ കൂടിയാണ് എന്നുള്ള പറയുന്നത്. സ്നേഹം നൽകുക, പക്ഷേ നിങ്ങൾ അത് അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ നടക്കാൻ പഠിപ്പിക്കുക, നിങ്ങൾ അവരെ രക്ഷിക്കുക, നിങ്ങൾ പക്ഷെ പോരാടാൻ അവരെ നിങ്ങൾ തയ്യാറാക്കുകയും വേണമെന്നുള്ളതാണ്. കാരണം നാളെ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നുള്ളതാ. അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദി അവർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, ജീവിതത്തിൽ ജീവിക്കുന്നവർ ഏറ്റവും ബുദ്ധിമാന്മാരൊന്നുമല്ല, ധൈര്യത്തോടെ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഉത്തമ മനുഷ്യരാണ് എന്നുള്ളതാ. അതിനാൽ മക്കളെ സ്നേഹിക്കാൻ നിങ്ങൾ, പക്ഷെ അവരെ ശക്തരാക്കുന്ന രീതി നിങ്ങൾ, അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് നേടിക്കൊടുക്കാം, പക്ഷെ മക്കളെ നമ്മൾ ശക്തരാകാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവർ തീരുമാനങ്ങൾ മാത്രമല്ല, അവരുടേത് മാത്രമല്ല, നമ്മുടെ തീരുമാനം എന്താണെന്നും കൂടെ അവർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുപാട് സ്നേഹം മാത്രം. Thank you.